ഇല്ലടി മോളെ, അവളുടെ ബുദ്ധിക്ക് യാതൊരു കുഴപ്പമില്ല. ഇനി കൃത്യമായ തെളിവോടെ ഇനി എല്ലാവർക്കും മുമ്പിലേക്ക് നമുക്ക് എത്തിക്കണം. അതിനൊരു വഴി കിട്ടും മുത്തശ്ശി. കണ്ണനൊരു വഴി കാണിച്ചു തരും. ഫുള്ളടിയ എല്ലാരും എന്റെ കണ്ണീനെ എന്തൊരു പുകച്ചിലത്. ചെറിയമ്മേ, മുത്തശ്ശി ഇത് എന്തിനെ കൊലച്ചത് ചെയ്ത്? എന്തൊക്കെയാ അറിയേണ്ടത്? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവടി. എന്നാലും മുത്തശ്ശി അത് ചെയ്ത് ശരിയായില്ല. നിനക്കൊക്കെ ഇച്ചിരി അഹങ്കാരം കൂടുതലായിരുന്നു. ഗൗതം, തന്റെ അച്ഛൻ ആവശ്യപ്പെട്ട പണം അത് എന്റെ സഹോദരി സാറ് തരും. ഞാൻ അവളോടത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പണം വാങ്ങിച്ചു കഴിഞ്ഞാൽ അച്ഛൻ നിർദ്ദേശിച്ച സ്ഥലങ്ങളിൽ പണം എത്തിക്കണം. ഔദ്യോഗിക കാര്യങ്ങൾ എല്ലാം അവര് നോക്കിക്കോളും. ഓക്കെ ബച്ചൻ. ഞാൻ സാറെ ഒന്ന് വിളിക്കാം, താനൊന്ന് സംസാരിക്കാം. ആ സാറാ, ഗൗതം എൻ്റെ കൂടെ ഉണ്ട്. നീ ഒന്ന് സംസാരിക്കാം, ഞാൻ കൊടുക്കാം. ഹലോ. ഗുഡ് മോർണിംഗ് ഗൗതം. ഒരു ഗ്യാരണ്ടി ഇല്ലാതെ ഞാൻ ആർക്കും പണം കൊടുക്കാറില്ല. ഇതിപ്പോ അച്ഛന്റെ വാക്ക് കേട്ട് ഞാൻ എടുക്കുന്ന റിസ്കാ. അറിയാം മാഡം. അച്ഛന്റെ കയ്യില് ചില എഗ്രിമെന്റ്സ് ഉണ്ട്. വായിച്ചു നോക്കി തൃപ്തിപ്പെടുകയാണെങ്കിൽ ഗൗതമിന് അതിൽ ഒപ്പിടാം. പണം നിങ്ങൾ പറയുന്ന സമയത്ത് അവിടെ എത്തിയിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താ മാഡം? ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ പണം തരുന്നത് അച്ഛന്റെ ഒറ്റ വാക്കിലാണ്. പക്ഷെ പണത്തിന്റെ ഇടപാട് പൂർണ്ണമായും നമ്മൾ തമ്മിൽ മാത്രമായിരിക്കും. എന്തെങ്കിലും കാര്യത്തിൽ എന്നെ ചീറ്റ് ചെയ്യുന്നുവെന്ന് എനിക്ക് തോന്നിയാൽ, അയ്യോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല മാഡം. പണം ആളെ കൊല്ലിയാണ്. എന്റെ അനുഭവങ്ങൾ എന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. സോ ബി കെയർഫുൾ. നമുക്കെന്നും സൗഹൃദത്തോടെ കഴിയാൻ പറ്റണം. പരസ്പരം കൊല്ലേണ്ടി വരരുത്. അച്ഛന്റെ കയ്യിലെ എഗ്രിമെന്റുകൾ ഒപ്പിട്ടോളൂ. ഞങ്ങളെ നിങ്ങളെ രണ്ടാളെ സഹായിക്കാൻ വേണ്ടിയല്ലേ വന്നത്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്ത? ഞങ്ങളുടെ കണ്ണി കൂടി മുളക് പൊടി തേച്ചു. ഓ, കണ്ണ് നീറിട്ടെ എനിക്ക് ഇരിക്കാൻ വയ്യ. ഞാൻ ഒരു ബക്കറ്റ് വെള്ളത്തില് 10 മിനിറ്റിൽ കൂടുതൽ തല താഴ്ത്തി വെച്ചു. കുറച്ചു നേരം കൂടെ കിടക്കായിരുന്നില്ലേ?
വേദന മൊത്തത്തിൽ അങ്ങ് മാറുമായിരുന്നില്ലോ. എന്നാലും ഇങ്ങനെ പെരുമാറരുത് മുത്തശ്ശി. നിങ്ങൾക്ക് വേണമെങ്കിൽ രാധികയുടെയോ അമ്മയുടെയോ മറ്റാരുടെയെങ്കിലും കണ്ണിൽ മുളക് പൊടി തേച്ചു കൊടുക്കാറുന്നല്ലോ. കൂടെ നിൽക്കുന്ന ഞങ്ങളോട് വേണമായിരുന്നു ഈ ചതി. പിന്നെ കൂടെ നിൽക്കുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എടി, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പട്ടിണി ഇരിക്കുമ്പോ ഒരു നേരത്തെ ഭക്ഷണം എടുത്ത് തരാത്തവരാ ഇത് പറയുന്നത്. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? അടുക്കളയിൽ ഭക്ഷണം ഉണ്ടെങ്കിലല്ലേ എടുത്തു തരാൻ പറ്റൂ. ഇതിപ്പോ കൃത്യമായിട്ട് മാത്രമേ ഏട്ടത്തി ഉണ്ടാക്കൂ. എന്തെങ്കിലും മിച്ചം വന്നാ അത് തെങ്ങിന്റെ ചോട്ടി കൊണ്ടേ കളയുകയും ചെയ്യും. എടി, നിനക്കൊക്കെ വേണമെങ്കിൽ അടുക്കളയിൽ കയറാലോ, ഉണ്ടാക്കാലോ. ഞങ്ങളെ ഇതിനു മുമ്പ് അടുക്കള കയറിയിട്ടില്ല, ഇപ്പോഴും ഇല്ല, ഇനി കയറാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെ മുത്തശ്ശിക്ക് മോൾക്കും ഭക്ഷണം ഉണ്ടാക്കി തരുന്നതല്ല ഞങ്ങളുടെ പണി. അങ്ങനെ നിന്റെയൊക്കെ തനിനിറം പുറത്തു വരട്ടെ. എടി, ഞങ്ങൾ ഇവിടെ തിരിച്ചു കയറിയപ്പോ നീയൊക്കെ എന്താ പറഞ്ഞത്? ദേ, ഞങ്ങൾ രണ്ടുപേരും കൂടെയുണ്ട്. കണിമംഗലത്തിന് തീയിടണമെങ്കിൽ തീയിടാം, തല്ലി തകർക്കണമെങ്കിൽ തല്ലി തകർക്കാം എന്നൊക്കെയല്ലേ? എന്നിട്ടേ നീയൊക്കെ ഇവിടെ എന്താ ചെയ്യുന്നേ? അവസരം വരുമ്പോ കാല് മാറരുത്. ദേ മുത്തശ്ശി, അങ്ങനെ പറയരുത്. പ്രിയങ്കയുടെ കല്യാണം മുതല് ചെയ്ത ചതികളൊക്കെ ഞങ്ങൾക്കും അറിയാം. സംസാരിച്ചു തുടങ്ങിയാലേ മുത്തശ്ശി മോളും നാറും. ആ